നമസ്കാരം. കുമ്പഴൻ ഗ്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകൾ പോലീസ് സ്റ്റേഷൻ്റെ സിനിമയിലെ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ എക്സ്റ്റീരിയർ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടുന്നത് പോലീസ് വണ്ടികളാണ്, പോലീസ് ജീപ്പുകളാണ്. എറണാകുളം ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പോലീസ് വണ്ടികൾ സിനിമയിലേക്ക് ഉപയോഗിക്കുന്നത് അഷ്റഫ് ഖാൻ, അദ്ദേഹം ഒരു എന്താ പറയുക കുറേ വർഷങ്ങളായിട്ട് സിനിമയ്ക്ക് ഈ വണ്ടികൾ കൊടുക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഗോപാൽജി, പുള്ളി ഗുരുവായൂർ സ്വദേശിയാണ്. പുള്ളിയും സിനിമയിൽ പോലീസ് വണ്ടികൾ കൊടുക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അഗസ്റ്റിൻ. പുള്ളി വിദേശത്തൊക്കെ ആയിരുന്നു. ലാലേട്ടൻ്റെ കുറേ പടങ്ങളിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പുള്ളിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പോലീസ് വണ്ടി. പുള്ളിക്ക് സ്വന്തമായിട്ട് ഇൻവേഡർ ഉണ്ട്, ബൊലോറയുണ്ട്. അങ്ങനെ 2-3 വണ്ടികൾ പുള്ളിക്ക് സിനിമയ്ക്ക് വേണ്ടി ഓട്ടം കൊടുക്കുന്ന വണ്ടികളാണ്. ഇതെല്ലാം പോലീസ് വണ്ടികളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ പോലീസ് വണ്ടി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻവേഡർ എങ്ങനെയാണ് ഒരു പോലീസ് ജീപ്പ് ആക്കുന്നത്, അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. പോലീസ് വണ്ടി കണ്ടാൽ മാത്രമേ ഹെൽമെറ്റ് വെക്കുള്ളൂ. ആണോ? ചിൻ സ്ട്രാപ്പ് ഇട്ട് ഇനി അതൊക്കെ ഹെൽമെറ്റ് ഇട്ട് പോകട്ടാ. ഞാൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒറിജിനൽ പോലീസൊന്നും അല്ല. എന്നാലും ഇതൊക്കെ ഇട്ട് സൂക്ഷിച്ചു പോകട്ടാ. അപ്പൊ ചേട്ടനോ? ഞാൻ സിനിമയ്ക്ക് വേണ്ടി പോലീസ് ജീപ്പ് വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. എൻ്റെ പേര് അഗസ്റ്റിൻ എന്നാണ്, ആലുവയിലാണ് എൻ്റെ വീട്. ഷൂട്ടിങ്ങിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജീപ്പുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളെ വിളിക്കും, ജീപ്പ് ഇതുപോലെ സെറ്റപ്പ് ചെയ്യും. അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുതരാം. അപ്പ പോലീസ് സെറ്റപ്പ് ആർട്ട് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഈ ഇത്രയും ലൈറ്റ്സ് അതിൻ്റെ സെറ്റപ്പൊക്കെ ആണ് പോകുന്നത് ലൊക്കേഷനിൽ. ബീക്കൺ ലൈറ്റുകളെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇത് പഴയ കാലത്തെ കറങ്ങുന്ന ബീക്കൺ ലൈറ്റാണ്. ഇത് അതിന് ശേഷം വന്നത് പോലീസിൽ അധികമില്ല, ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതലുള്ളത്. ഇത് അതിന് ശേഷം വന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ലൈറ്റ്. ഇപ്പോഴത്തെ എല്ലാ പോലീസ് ജീപ്പുകളിലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഈ 2 ലൈറ്റുകളാണ്. ഓരോ കാലഘട്ടത്തിൻ്റെ കഥയനുസരിച്ച് ഞങ്ങൾ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. നമ്മൾ പോലീസ് ജീപ്പും കൊണ്ട് ലൊക്കേഷനിൽ വന്നതിന് ശേഷം സെറ്റ് ചെയ്യുള്ളൂ. ഈ പോലീസിൻ്റെ സ്റ്റിക്കർ വെച്ച് ടൗണിൽ കൂടെ അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഓടിച്ചു പോയാൽ എപ്പോൾ അകത്തു എന്ന് പറഞ്ഞാൽ മതി. കാരണം ലൊക്കേഷനിൽ ചെന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാറുള്ളൂ. ഇത് ഒരു കാര്യമുണ്ട്, മറ്റുള്ള സെറ്റ് സാധനങ്ങൾ പോലെയല്ല. ഇത് വളരെ ലീഗൽ കോംപ്ലിക്കേഷനുള്ള സംഭവമായതുകൊണ്ട് പോലീസിൽ നിന്ന് നമുക്ക് പെർമിഷൻ വേണം. നമ്മളിങ്ങനെയുള്ള പോലീസിൻ്റെ സെറ്റപ്പ് വണ്ടി കൊണ്ടു നടക്കുന്നു എന്ന് നമ്മളൊരു കൺസെൻറ്റ് കൊടുക്കും SP-ക്ക്, ഡോക്ടർക്ക്. അവിടുന്ന് അവരന്വേഷിച്ച് നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് നമ്മുടെ ക്യാരക്ടർ ജോലിയെല്ലാം അന്വേഷിച്ചിട്ട് പെർമിഷൻ തരുള്ളൂ. അപ്പോൾ സാധനങ്ങളെല്ലാം വണ്ടിയിലുണ്ടാവും, അത് ലൊക്കേഷനിൽ പോയിട്ട് സെറ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചത്. ഇതാണ് KL01 നമ്പർ. ഇത് ലൈറ്റ് വെയിറ്റ് ഒരു സാധനമാണ്. നമ്പർ ഒട്ടിക്കും, നമ്മൾ ആ ലൊക്കേഷനിൽ മുമ്പിൽ പിടിപ്പിക്കുകയുള്ളൂ. 01 ഇതങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എൻ്റെ വണ്ടിയുടെ നമ്പർ അത് വെച്ചിട്ടുള്ളൂ. ബാക്കിലെ നമ്പർ മാറ്റും, സെയിം നമ്പർ 01. ഇത് പോലീസിൻ്റെ ലോഗോ ആണ്. ഇതെല്ലാം മാഗ്നറ്റിക് ഷീറ്റാണ്. അത് ഞാൻ ഡെമോയിൽ കാണിക്കാതെ എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന്. ഇതും അതുപോലെ പോലീസിൻ്റെ സ്റ്റിക്കർ. ഇതും മാഗ്നറ്റിക്കാണ്. സമയ ലാഭത്തിന് വേണ്ടി പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് മാഗ്നറ്റിക് ഷീറ്റാണ്, അതായത് ഇത് മാഗ്നറ്റാണ് ഷീറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയുള്ളൂ, ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതൊരു സ്റ്റീലിൻ്റെ ഷീറ്റാണ്, സ്റ്റീലിൻ്റെ തകിട് ഇതിലേക്ക് വെക്കും, അല്ലെങ്കിൽ ഇത് ഗ്ലാസ്സിൽ പിടിക്കാതെ താഴെ പോകും.
ഇങ്ങനെ ഇത് വെക്കുന്നതിനുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ മലയാളം വേണം ആദ്യം വായിക്കാൻ, മലയാളത്തിന് ശേഷമേ ഇംഗ്ലീഷ് വായിക്കാൻ പാടുള്ളൂ. വായന, അതായത് ആദ്യം മലയാളം പിന്നെ ഇംഗ്ലീഷ്. ആദ്യകാലത്തൊക്കെ വിനൈൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ പറിച്ചെടുക്കണം, പിന്നെ പുതിയ അടുത്ത പടത്തിന് വേറെ ഒട്ടിക്കണം. പിന്നീട് ഞങ്ങൾ സോപ്പിൽ വെച്ച് നോക്കി. അപ്പോൾ ഈ റെയിൻ എഫക്റ്റ്, മഴ അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ അത് ഊർന്നു പോകും. അതിനുശേഷമാണ് ഈ മാഗ്നറ്റ് സ്ട്രിപ്പ് തുടങ്ങിയത്. ഇത് പോലീസിന്റെ ലോഗോ, ഞാൻ നേരത്തെ കാണിച്ച പോലീസിന്റെ ലോഗോ ആണ്. ഇത് വരുന്ന എപ്പോഴും ബാക്കിലെ ഡോറിലായി. പിന്നൊരു കാര്യം, ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല. നമ്മൾ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പല പോലീസ് ജീപ്പും പല പോലെയായിരിക്കും. ചില വണ്ടികളിൽ നിറച്ചെഴുതി വയ്ക്കും, ചില ഓർഡർ തെറ്റിക്കും. ഇതിനൊന്നും ഒരു ശരിക്കും നിയമപരമായിട്ട് ഇത്രയും മതി. ഓരോ സ്റ്റേഷനിലെ അതായത് ഡ്രൈവർമാരുടെയും ഓഫീസർമാരുടെയും അനുസരിച്ച് നിറച്ചൊട്ടിക്കും, അല്ലെങ്കിൽ പല രീതിയിൽ ഒട്ടിക്കും. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോമൺ ഇതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആലുവയിലെ പോലീസ് സ്റ്റേഷനിലെ വണ്ടിയുടെ പോലെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ സംഭവം. ഒത്തിരി പേര് ചില സിനിമകൾ കാണാം, നിറച്ച് മുകളിലും താഴെയൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച്. ആവശ്യമില്ല. ഇത് ബീക്കൺ ലൈറ്റ് പലതരമുണ്ട്. നേരത്തെ കാണിച്ച പോലെ പഴയ ടൈപ്പുണ്ട്, പുതിയ ടൈപ്പുണ്ട്. ഈ ലൈറ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വരുന്നത്. ഇതെങ്ങനെയാണ്? ഇത് മാഗ്നറ്റാണ്. അടിയിൽ 2 മാഗ്നറ്റ്. എത്ര സ്പീഡിൽ പോയാലും താഴെ ചടി പോവില്ല. ബീക്കൺ ലൈറ്റ് സിഗരറ്റ് ലൈറ്ററിൻ്റെ അഡാപ്റ്ററാണ്. നമ്മൾ സാധാരണ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ. ഇതിന് പെർമനൻറ്റ് കണക്ഷൻ ഇല്ല. പോലീസ് ജീപ്പ്, ഒറിജിനൽ പോലീസ് ജീപ്പുകളിൽ പെർമനൻറ്റ് കണക്ഷൻ ആയിരിക്കും. നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പെർമനൻറ്റ് കണക്ഷൻ ഇല്ല. ഇത് ടെമ്പററി സിഗരറ്റ് ലൈറ്ററിൻ്റെ അതിനകത്തേക്ക് കുത്തിയാണ് ഉപയോഗിക്കുന്നത്. പല മോഡുണ്ട്. ഇനി അടുത്തത് നെറ്റാണ്. കല്ലേറൊക്കെ വരുമ്പോൾ പോലീസ് ജീപ്പിന് മുമ്പിലുള്ള നെറ്റാണ് ഇതെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യുള്ളൂ, ലൊക്കേഷനിൽ ചെന്നിട്ട്. ഇത് കുറച്ച് ഹെവിയാണ്. അതിന് പകരം ഇപ്പോൾ ഞങ്ങൾ പുതിയ ഇത് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. അലൂമിനിയത്തിൻ്റെ ഫ്രെയിമും. ഇത് കുറച്ച് ഹെവി ആയത് കാരണം എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണം. അത് കാരണം പുതിയതായിട്ട് ചെയ്തതാണിത്. അലൂമിനിയത്തിൻ്റെ ഫ്രെയിമും ഫൈബറിൻ്റെ നെറ്റും. ഈ ഒരു ക്ലാമ്പ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി എക്സ്ട്രാ പിടിപ്പിച്ചതാണ്. ഇത് നമ്പർ പ്ലേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടുത്തെ പോലീസ് ജീപ്പാണെങ്കിലും ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആയിരിക്കും. ഇത് 4X ഷീറ്റാണ്. ഇത് കനവില്ലാത്ത വെറും 4X ഷീറ്റാണ്. ഇതിൽ എൻ്റെ തന്നെ നമ്പർ ട്രിവാൻഡ്രം ആക്കി വെച്ചെന്ന് മാത്രം. അങ്ങനെയുള്ള സൈറൻ ശബ്ദങ്ങളാണ്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാഷണൽ ഹൈവേ ടോളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി. അപ്പോൾ നമുക്കത് ഒട്ടിക്കാനും പറിക്കാനും പറ്റില്ല ഫാസ്ടാഗ്. കാരണം ഇന്നാൾ സിദ്ദിഖ് സാറിൻ്റെ ബിഗ് ബ്രദർ ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ആ ഒരു ഫാസ്ടാഗ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. കാരണം പോലീസ് ജീപ്പുകൾക്കെല്ലാം ഫ്രീ ആണ് ടോളിൽ. അത് കാരണം നമ്മൾ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഫാസ്ടാഗ് അങ്ങ് ഇത് മാസ്ക് ചെയ്യും. കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയില്ലേ? ഞാനല്ലാതെ ഈ കളമശ്ശേരിയിൽ അഷ്റഫുണ്ട്, പിന്നെ പിറവത്ത് ബിജു, മുളന്തുരുത്തിയിൽ ഷിജി, പിന്നെ തൊടുപുഴ ഏരിയയിൽ ബേബി, തിരുവനന്തപുരത്ത് അജി, ചാലക്കുടിയിൽ മിഥുൻ, പിന്നെ കുന്നംകുളം ഭാഗത്ത് GK, പിന്നെ പെരുമ്പാവൂർ ജോ. ഞങ്ങളങ്ങനെ ഒരു 5-10 പേരേ ഉള്ളൂ ഈ പരിപാടി.
അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. മനസ്സിലായിട്ടോ. ഇനി പോയി ജീപ്പൊന്നും വാങ്ങിച്ച് സിനിമയിലേക്കൊന്നും പോലെ ഇല്ല. നമ്മുടെ അരി മുട്ടിക്കരുത്. ഓക്കെ, എന്നാ കാണാം. എന്നിട്ട് അപ്പുറം ഒറിജിനൽ പോലീസുണ്ട് കേട്ടാ. എന്നെ കണ്ടത് അവിടെ പറയണം. ബൈ. അപ്പോൾ പോലീസ് വണ്ടി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ അഗസ്റ്റിൻ ചേട്ടൻ മനോഹരമായ രീതിയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് പോലീസ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക്ഷോപ്പുകൾ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി ഇതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ ബൈ.